സോ വെൽക്കം ടു ഗോൾഡൻ ട്രയോ. സോ ഈ വട്ടം ഹോസ്റ്റ് ചെയ്യുന്നത് അവരല്ല, ഞാനാണ്. അത് വേറെ ഒന്നും കണ്ടതല്ല, ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറ ഇങ്ങടാണ്, പക്ഷെ ഞാൻ നോക്കുന്നത് എന്നെ മാത്രമാണ്. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കോങ്കണായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ തന്നെ നോക്കുന്നത്. സോ ആദ്യം തന്നെ അതിനൊരു എക്സ്ക്യൂസ്. നമ്മുടെ കയ്യിൽ മറ്റേ ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ മറ്റേ മൈക്കോ അതൊന്നുമില്ല, സാധാ ഒരു ഫോണിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതിന്റെ ഒരു ഇതുണ്ടാവും. സോ തമ്പനെയിലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതൊരു ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച് ആണ്. ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്രിസ്മസ് റിലേറ്റഡ് ആണ് നമ്മളിത് മൊത്തം കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പൊ അറിയുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ്, അതായത് ക്രിസ്മസ് 25th. അപ്പൊ നാളെയാണ് ക്രിസ്മസ്, പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തത് ഇന്നാണ്. അതായത് നാളെ ക്രിസ്മസ് 24th ഞങ്ങൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. സോ ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച് മെയിൻലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1st December to 25th December വരെയാണ് ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച് ഉള്ളത്. അതിൽ എന്താ 25 ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർ വെക്കുക, അല്ലെങ്കിൽ എഗ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേക്ക്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ബക്കറ്റ് ലിസ്റ്റിൽ വരിക. അപ്പൊ ഞാൻ ഇവര് 3 പേർക്കും 3 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ചിൽ 3 പേർക്കും 3 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം അവർക്ക് പരസ്പരം അറിയില്ല ഞാൻ എന്താ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, സാധാരണ ടാസ്ക് ക്രിസ്മസിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണ ടാസ്ക് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് സംഭവം. പറഞ്ഞല്ല, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള 3 ടാസ്ക് ആണ് ഞാൻ 3 പേർക്കും കൊടുത്തേക്കുന്നത്. അപ്പൊ അതന്നെയാണ് ബക്കറ്റ് ലിസ്റ്റ് ചാലഞ്ച്. സോ നമുക്ക് നോക്കാം അവരെന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ടാസ്ക് ആണ്, എന്താണ് ടാസ്ക് ക്രിസ്മസ് റിലേറ്റഡ് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ, എനിക്ക് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ടാസ്ക് എന്ന് വെച്ചാൽ ക്രിസ്മസിനൊരു മേക്ക് ഓവർ അല്ല, ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ്സ്. അപ്പം ഞാനിതപ്പോൾ ഒരു മേക്കപ്പും ഇല്ലാണ്ട് എങ്ങനെയാണ് അതുപോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എല്ലാവരെയും പോലെ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പൊന്നും അല്ല ചെയ്യുന്നത്, ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് എന്തായാലും അത് ചെയ്യാം. സോ നമ്മൾ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു, നമ്മൾ പൊട്ട് വെക്കാൻ പോവാണ്. എനിക്ക് പൊട്ടില്ലാതെ പറ്റില്ല കേട്ടോ, എനിക്ക് എപ്പോഴും പൊട്ട് വേണം. പൊട്ട് വെച്ചു. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടാം. അല്ലാതെ മേക്കപ്പ് ഒക്കെ എൻ്റെ ഫിനിഷ്ഡ് ആണ്, എനിക്ക് ഓർണമെന്റ്സ് ഇട്ടാൽ മതി. ഓക്കെ, ഇതാണ് എൻ്റെ ക്രിസ്മസ് ലുക്ക്, അല്ലെങ്കിൽ ക്രിസ്മസ് മേക്ക് ഓവർ എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല, ഭയങ്കര കുഞ്ഞതായിട്ട് സിമ്പിളായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ സാന്താക്ലോസിന് ഒരു ലെറ്റർ എഴുതാനാണ്. നമുക്ക് സാന്താക്ലോസിന് എന്താ ലെറ്റർ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഞാൻ പോയി ലെറ്റർ എഴുതിയിട്ട് ഇതാണ് ഞാൻ സാന്താക്ലോസിന് എഴുതിയ എൻ്റെ കത്ത്. വായിക്കട്ടെ. ഡിയർ സാന്ത, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഹാപ്പി ക്രിസ്മസ്. ബട്ട് സാന്റയ്ക്ക് അറിയാലോ, ഇപ്പോഴത്തെ ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ഒന്നും അറിയാം. ആരവങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ലളിതമായ ക്രിസ്മസ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ കൂടിയും ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് നന്ദി. ഈ ക്രിസ്മസിന് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ വേഗം മാറണമെന്നും പിന്നെ ഈ ക്രിസ്മസിന് ആരും തനിച്ചാവാതിരിക്കട്ടെ, എല്ലാവരും ഒരു നിമിഷമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഇങ്ങനൊരവസ്ഥയിലും സാന്താക്ലോസ് വന്നതിനും എല്ലാവരെയും സന്തോഷിപ്പിച്ചതിനും വീണ്ടും ഒരുപാട് നന്ദിയുണ്ട്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് താങ്ക് യു സോ മച്ച്. സ്നേഹത്തോടെ. അടുത്ത എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സാധനം ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ഡൊണേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചൊരു സാധനമാണ് ഈ ഐലൈനർ. ബ്ലൂ കളർ ഐലൈനറാണ്. ഇത് വാങ്ങിയ അന്ന് മുതൽ എൻ്റെ അനിയത്തി അവൾക്ക് വേണം എന്ന് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ ഒത്തിരി ആലോചിച്ചു, ഇപ്പം ഞാൻ എന്താ ഡൊണേറ്റ് ചെയ്യുക, എന്താ കൊടുക്കുക എന്നിങ്ങനെ ഒരുപാട് ആലോചിച്ചു. ആർക്ക് കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ഇത് ക്വിറ്റ് ചെയ്യാമെന്ന് വരെ വിചാരിച്ചതാണ്, പിന്നെ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാനിതും അതിൻ്റെ കൂടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗൺ നെയിൽ പോളിഷ് ഉണ്ട്, അതും കൂടെ ഞാൻ അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അവളിപ്പം വന്ന് വാങ്ങിക്കത്തില്ല, ഞാൻ എന്തായാലും അവൾക്ക് കൊടുക്കും. ഇതാണ് ഞാൻ ഡൊണേറ്റ് ചെയ്യുന്ന സാധനം.
എനിക്ക് ഈ ക്രിസ്മസ് ബക്കറ്റ് ലിസ്റ്റ് ഗെയിമിൽ എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാന്താക്ലോസിന് ഒരു ലെറ്റർ. ആൻഡ് തേർഡ് വൺ ഇസ് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ 3 ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അവരുടെ 2 ടാസ്ക് എന്താണെന്നോ അവരെന്തായിരിക്കും ചെയ്തതെന്നോ ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ പാട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഐശ്വര്യയാണ് ടാസ്ക് കൊടുത്തത്. അപ്പോൾ അവർക്ക് മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റത്തുള്ളൂ. ഹലോ, അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഐഷു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ എൻ്റെ ഫസ്റ്റ് ടാസ്ക് എനിക്ക് തന്നത് ഐഷു എന്താ തന്നെന്ന് വെച്ചാൽ സ്നോ ഫ്ലാക്സ് ഉണ്ടാക്കാനാണ്. സ്നോ ഫ്ലാക്സ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അതൊരു ഈസി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കാം അല്ലേ? ക്രിസ്മസ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങൾ +2 ടൈമിലാണ് ക്യാമ്പൊക്കെ വരുന്നത്. അപ്പോൾ ക്യാമ്പിൻ്റെ ഇടയിലാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നത്. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ സ്റ്റാർക്ക് കൊണ്ടുപോയി വിറ്റു, പുറമെ നടന്ന് വിറ്റു. അതൊക്കെ അടിപൊളിയാണ്. അത് ഇപ്പോഴല്ല, അവിടുന്ന് സ്കൂളിൽ വന്നതിന് ശേഷവും പോകാറുണ്ട്. ഞങ്ങൾ ജൂനിയേഴ്സിനൊക്കെ ക്യാമ്പിന് പോകാറുണ്ട്. അവിടെ തന്നെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിട്ട് ഇതാക്കാറുണ്ട്. അതൊക്കെ ഒരു അടിപൊളിയാണ്. ഇതേ ഉള്ളൂ. പിന്നെ എല്ലാവരും പോലെയൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് എപ്പോഴും കിട്ടുമല്ലോ. അത് പിന്നെ എപ്പോഴും അതാണല്ലോ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലുണ്ടാകണ സംഭവം അതാണല്ലോ അല്ലേ? അതന്നെ, അതാണ് എനിക്ക് ക്രിസ്മസിൻ്റെ കാലമായിട്ട് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടുത്ത നെക്സ്റ്റ് ടാസ്ക് എനിക്ക് അറിഞ്ഞുള്ള ക്യാൻഡിൽ വെച്ചിട്ട് എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു സാധനങ്ങളും ഇല്ല. അത് വേറെ കാര്യം. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ? ആക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലേ? എനിക്ക് ക്യാൻഡിൽ വെച്ച് എനിക്കൊരു ഐഡിയ ഇല്ല എന്താ അപ്പം ഉണ്ടാക്കാന്ന്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെക്കറേറ്റീവ് പോരെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ ക്യാൻഡിലേ കിട്ടിയുള്ളൂ. മറ്റേ
വലിയ ഡിസൈനല്ല, എന്താ പറയുക, വലുത് ഒന്നും കിട്ടിയില്ല. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് എന്താ ക്യാഷിന് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും വരും, ക്യാഷ് കൊടുത്താൽ ഗിഫ്റ്റ് കിട്ടും, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറ്റി എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാം. സീക്രട്ട് പ്ലേസ് ആയിരുന്ന അത് ഒരു പബ്ലിക്കായി അങ്ങനെ ആയി മാറി. പിന്നെ ലാസ്റ്റ് നിമിഷം എല്ലാം ഓക്കെ ആവുന്നതാണ്. പിന്നെ സാന്ധ്യയുടെ വൈഫിൻ്റെ പാരൻസിന് അറിയില്ലായിരുന്നു ഒരു സാന്ധ്യയാണ് അവളെ മാരേജ് ചെയ്തതെന്ന്. എന്നിട്ട് അവൾക്ക് ഈ പ്രഗ്നൻറ്റ് ടൈമിൽ പാരൻസിനെ കാണണം എന്നൊക്കെ തോന്നി, നല്ല സങ്കടമാവും. അപ്പം ഈ പാരൻസിനെ കൊണ്ടുവരുന്നതാണ് സാന്ധ്യ അവളുടെ അടുത്തേക്ക്. കാനഡ എന്ന് പറയും സാന്ധ്യയുടെ പ്ലേസ്. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. ലാസ്റ്റ് നിമിഷമാണ് പാരൻസിനോട് പറയുന്നതാണ് സാന്ധ്യ അത് ഞാൻ സാന്റാക്ലോസ് ആണെന്ന് പറയുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അത്രയുള്ള സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും കാണാൻ. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന പോലെ പറഞ്ഞാണ്. കണ്ടൊരു ഓർമ്മ, അപ്പോൾ കുറേ ആയി കണ്ടിട്ട് ഒരു ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Okay, bye bye, tata.